ഹലോ കൂട്ടുകാരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം ചതിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയുമാണ് കുറേ കാണാൻ സാധിക്കുന്നത്. വിവാഹബന്ധത്തിൻ്റെ പവിത്രത അറിയാത്ത ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ദുരിതം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാത്ത ജീവിത പങ്കാളികളെ നിങ്ങൾ ചതിക്കുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന്. ദൈവം നിങ്ങൾക്ക് നൽകിയ ജീവിത പങ്കാളികൾക്ക് എത്ര തന്നെ കുറവുണ്ടായാലും നിങ്ങൾ അത് സഹിക്കണം. ആരോട് ആരെ യോജിപ്പിക്കണമെന്ന് കർത്താവിനറിയാം. നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടല്ല ആ തുണയെ ദൈവം നിങ്ങൾക്ക് നൽകിയത്. ദൈവം തിരുമനസ്സായത് കൊണ്ട് മാത്രമാണ്. നിറം പോരാ, സൗന്ദര്യം പോരാ, പഠിപ്പ് പോരാ, എന്നെ സ്നേഹിക്കുന്നത് പോരാ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നൊക്കെ പഴിചാരി നിങ്ങൾ പോകുന്നത് നരക തീയിലേക്കാണെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. സ്വന്തം ഭാര്യയെയോ ഭർത്താവിനെയോ ചതിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക? അപ്പോൾ ഓരോ വ്യക്തികളും വിവേകത്തോടെ ചിന്തിക്കണം. ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി നിങ്ങളുടെ പിന്നാലെ വന്നാൽ, അതായത് മറ്റുള്ളവരുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നാൽ, അത് പണത്തിനു വേണ്ടിയോ ശാരീരിക സുഖത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു വല്ല കാര്യസാധ്യതയ്ക്കു വേണ്ടിയോ ആണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. അത് കപട സ്നേഹമാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. 1 പത്രോസ് 5:8 പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കുടുംബങ്ങൾ എങ്ങനെ നശിപ്പിക്കാമെന്ന് വിചാരിച്ച് സാത്താൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം നശിച്ചാൽ എല്ലാം നശിക്കും പ്രിയപ്പെട്ടവരെ. അത് പിശാചിന് നന്നായി അറിയാം. എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് സംഭവിച്ച കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി അടുത്ത വീഡിയോയിൽ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.